ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 68. വേനൽക്കാലത്തെ നല്ല വെളിച്ചമുള്ള പ്രഭാതം. ഒരു ബ്രഷ് കൊണ്ട് ഇളം ചുവപ്പ് ചായത്തിൽ അങ്ങുമിങ്ങും വരച്ചതുപോലെയാണ് മേഘങ്ങൾ. പ്രഭാതത്തിൻ്റെ വെളിച്ചത്തിൽ ആനന്ദം പൂണ്ട് പക്ഷികൾ പാടുന്നു. എങ്ങും കളകൂജനം കേൾക്കാം. ഈശോ ഈ ചെറുജീവികളെയെല്ലാം കണ്ടു. അവയുടെ ആനന്ദം കണ്ട് ഈശോ പുഞ്ചിരി തൂകുന്നു. ഗുരു, അങ്ങ് പോകാൻ തയ്യാറായി കഴിഞ്ഞോ? സൈമൺ ചോദിക്കുന്നു. മറ്റുള്ളവർ ഇപ്പോഴും ഉറക്കമാണോ? ഈശോ പറഞ്ഞു, അവർ ചെറുപ്പമാണ്. ഞാൻ ആ അരുവിയിൽ പോയി കുളിച്ചു. വെള്ളത്തിന് നല്ല തണുപ്പാണ്. മനസ്സ് തെളിയാൻ തണുത്ത വെള്ളം സഹായിക്കും. ഞാനും പോയി കുളിച്ചിട്ട് വരാം. സൈമൺ കുളിച്ച് വേഷം മാറുന്നതിനിടയ്ക്ക് യൂദാസും ജോണും പുറത്തേക്ക് വന്നു. ഗുരു, ഞങ്ങൾ താമസിച്ചു പോയോ? നേരം വെളുത്തതല്ലേ ഉള്ളൂ. ഇനി വേഗം പോയി തയ്യാറാകൂ. നമുക്ക് പോകാം, ഈശോ പറഞ്ഞു. എങ്ങോട്ട്? ബത്ലഹേമിലേക്ക്. ഇനിയും അങ്ങോട്ടോ? അവിടുത്തെ ജനം നമുക്ക് അനുകൂലമാണെന്ന് തോന്നുന്നില്ല. അത് സാരമില്ല, നമുക്ക് പോകാം. ജ്ഞാനികൾ വന്ന് എന്നെ കണ്ട സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ സത്രത്തിൽ ചെന്ന് സത്രക്കാരോട് സത്രത്തിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന അന്ന എന്ന സ്ത്രീയെക്കുറിച്ച് ചോദിക്കുന്നു. ഹെറോദസിൻ്റെ പട്ടാളക്കാർ അന്നയെ കൊന്നു. ഒരു മകളൊഴിച്ച് കുട്ടികളെയും കൊന്നു. കൂട്ടക്കൊല നടന്നത് എവിടെയാണെന്ന് കണ്ടാൽ കൊള്ളാം. എവിടെയാണെന്നോ? എല്ലാ വീടുകളിലും കൊല നടന്നു. എൻ്റെ കൂടെ വരൂ. അവർ ഗോവണി കയറി മച്ചിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ കാണാം. തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് കാണാമോ? ചില സ്ഥലത്ത് വീടുകൾക്ക് തീവച്ചു. കുട്ടികളെ രക്ഷിക്കാൻ കുട്ടികളുടെ അപ്പനും ബന്ധുക്കളും പട്ടാളക്കാരെ ആയുധം കൊണ്ട് ചെറുത്തു. അപ്പോഴാണ് തീവച്ചത്. അവിടെ കാടുമൂടി കിടക്കുന്ന ഒരു കിണർ കാണുന്നില്ലേ? അവിടെയായിരുന്നു പ്രാർത്ഥനാലയം. അവിടുത്തെ പ്രധാന ഉപദേശിയും പ്രാർത്ഥനാലയത്തോടൊപ്പം വെന്തു മരിച്ചു. ആ ശിശു മിശിഹായാണെന്ന് ഉപദേശി സാക്ഷ്യപ്പെടുത്തി. കുട്ടികൾ കൊല ചെയ്യപ്പെട്ടതിൽ രോഷം പൂണ്ട നാട്ടുകാരാണ് അയാളെ കൊന്നത്. ആ പുൽമേടുകളിൽ കണ്ണെത്തുന്നത്ര ദൂരത്തിൽ കാണുന്ന ശവകുടീരങ്ങളില്ലേ? അവിടെയെല്ലാം അന്ന് മരിച്ചവരെയാണ് അടക്കിയിരിക്കുന്നത്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനമ്മമാരും. നമ്മുടെ മുൻപിൽ അവിടെ കാണുന്ന മൺകൂനയില്ലേ? അവിടെയായിരുന്നു അന്നയുടെ വീട്. ഈശോ കരയുകയായിരുന്നു. ആ അവശിഷ്ടങ്ങളുടെ അടുത്തെത്തി പൊളിഞ്ഞ ഗോവണിയുടെ മുകളിൽ കയറി നിന്ന് കൈ വിരിച്ചു പിടിച്ച് സംസാരിച്ചു തുടങ്ങി. ബത്ലഹേം നിവാസികളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. അടുത്തുള്ള കച്ചവട സ്ഥലത്ത് നിന്ന് ആളുകൾ കൊടുക്കൽ വാങ്ങൽ നിർത്തി അവിടെ ഓടിക്കൂടി. ഇത് ഒരു റബ്ബിയാണ്. ജെറുസലേമിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ആരാണ്? എത്ര സുന്ദരമായ രൂപം! ആ സ്വരം കേട്ടില്ലേ? നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. ജനം അത്രയും ആ കൊച്ചു ഗോവണിയുടെ ചുറ്റും കൂടി. റാഹേലിൻ്റെ ശവകുടീരം കണ്ടു വണങ്ങുന്നതിന് വളരെ അകലെ നിന്ന് ഞാൻ വന്നിരിക്കുന്നു. കിളികളുടെ ശോകാത്മകമായ പ്രഭാത സംഗീതത്തിൽ റാഹേലിൻ്റെ രോദനം ആവർത്തിക്കപ്പെടുന്നു. അമ്മമാർ അവരുടെ ശവകുടീരങ്ങളിൽ അഥവാ അവരുടെ ഹൃദയത്തിൽ ആ രോദനം ആവർത്തിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം കരയുകയാണ്. എൻ്റെ നാടായ ബത്ലഹേമിലെ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കൂ. യൂദയായിലെ പട്ടണങ്ങളിൽ ഏറ്റവും ചെറുതാണ് ബത്ലഹേം. എങ്കിലും അവൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുൻപിലും ഏറ്റവും മഹത്തായ പട്ടണമാണ് ബത്ലഹേം. ഇവിടെ പിശാചിൻ്റെ രോഷം ആളിക്കത്തി. കാരണം രക്ഷകൻ പിറന്നത് ഇവിടെയാണ്. രക്ഷകനെ പറ്റി കേട്ടപ്പോൾ ജനക്കൂട്ടം പ്രക്ഷുബ്ധരായി. ഒരു സ്ത്രീയുടെ ചെവി തുളയ്ക്കുന്ന സ്വരം. 5 മക്കളെ പെറ്റവളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു പോലുമില്ല. പിശാചു ബാധിച്ചവളെപ്പോലെ അവൾ അലറി. എൻ്റെ കാര്യമോ? എൻ്റെ കൊട്ടാരം ആ കാണുന്ന 3 ശവകുടീരങ്ങളാണ്. അതിൽ എൻ്റെ ഭർത്താവും മക്കളും ഒരുമിച്ചിറങ്ങുന്നു. ഒരു രക്ഷകനുണ്ടെങ്കിൽ അവരെ ഞങ്ങൾക്ക് മടക്കിത്തരട്ടെ. ഈശോ കൈകൾ ഉയർത്തി ശാന്തരായിരിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശാരീരികമായി മടക്കിത്തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു കാര്യം സത്യമാണ്, അതിൽ സന്തോഷിക്കുക. അവർ സ്വർഗത്തിൽ മാലാഖമാരെ പോലെ ആയിരിക്കും. കാരണം മിശിഹ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ നീതിപൂർവം പെരുമാറിയാൽ മരണം നിങ്ങൾക്കൊരു പുതിയ ജീവനും പുതിയ സ്നേഹവുമായിരിക്കും. ആഹാ, നിങ്ങളാണോ മിശിഹ? ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം പറയുക. ഈശോ
ഉയർത്തിപ്പിടിച്ച കൈകൾ താഴ്ത്തി അവിടെ കൂടിയിരിക്കുന്നവരെ ആശ്ലേഷിക്കുന്ന രീതിയിൽ മാധുര്യത്തോടെ പറഞ്ഞു, അതെ, ഞാൻ രക്ഷകനാണ്. പോകൂ, ഇവിടെ നിന്ന് പോകൂ. ഞങ്ങൾക്ക് ഈ ദുരിതമെല്ലാം വരുത്തിയത് നീയാണ്. ആളുകൾ കല്ലെടുത്തെറിഞ്ഞു. എങ്ങും കൂക്കുവിളി. യൂദാസ് വളരെ പ്രശംസനീയമായ രീതിയിൽ പ്രതികരിച്ചു. ഈശോയുടെ മുമ്പിൽ ചാടി വീണു. മേലങ്കി വിരിച്ച് അക്ഷോഭ്യനായി നിന്നു. അയാളുടെ മുഖത്ത് കല്ലേറ് കൊണ്ട് ചോര ഒഴുകുന്നുണ്ട്. അയാൾ വിളിച്ചു പറഞ്ഞു, ഈശോയെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ആ മരത്തിന് പിന്നിലേക്ക് മാറൂ, ഞാൻ വന്നുകൊള്ളാം. അയാൾ താഴേക്കിറങ്ങി. ഒരു മരത്തിൻ്റെ കമ്പെടുത്ത് കണ്ണിൽ കണ്ടവരെയെല്ലാം യാതൊരു മയവുമില്ലാതെ അടിക്കുകയാണ്. ആ സമയം കുറേ പട്ടാളക്കാർ ഓടി വന്നു. നീ ആരാണ്? യൂദാസ് കറിയോത്ത. ഞാൻ ദൈവാലയത്തിൻ്റെ ആളാണ്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കറിയോത്തായിലേക്ക് പോവുകയാണ്. യൂദാസ് പട്ടാളക്കാർക്ക് കുറച്ച് പണം കൊടുക്കുന്നു. പോയിക്കൊള്ളൂ, ജനം പിറകിൽ നിന്ന് ആക്രമിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. അയാൾ തൻ്റെ കൂട്ടുകാരുടെ അടുത്തെത്തുന്നു. മുഖത്ത് നിന്ന് ചോര ഒഴുകുന്നുണ്ട്. ജോൺ ഒരു തുണിക്കഷ്ണം നനച്ച് യൂദാസിൻ്റെ മുഖം തുടയ്ക്കുന്നു. വിവരമില്ലാത്ത മനുഷ്യർ, ഇപ്പോൾ അങ്ങേക്ക് ബോധ്യമായല്ലോ. നാം അവരെ ശപിക്കരുത്. ആ പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തൽക്കാലം അവരെ അവരുടെ വഴിക്ക് വിടണം. അധികം ആൾ സഞ്ചാരമില്ലാത്ത ഈ വഴിയെ പോകാം. ആ ആട്ടിടയന്മാരെ കണ്ടുപിടിക്കണം. എന്തിനാണ്? കൂടുതൽ കല്ലേറ് വാങ്ങാനാണോ? അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് അവരോട് പറയാൻ. അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് അടികിട്ടും. അങ്ങേക്ക് വേണ്ടി കഴിഞ്ഞ 30 വർഷമായി കഷ്ടപ്പെടുന്നവരാണ് അവർ. ഈശോ പറഞ്ഞു, അത് നമുക്ക് കാണാം. ഈശോയും സംഘവും വൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന ഒരു ചെറിയ കാട്ടിൽ പ്രവേശിച്ചു.